എല്ലാവർക്കും വണക്കം നമസ്കാരം. പരീക്ഷ തൊട്ടടുത്തെത്തിയിരിക്കുകയാണ്. നാളെയാണ് നമ്മുടെ കെമിസ്ട്രി പരീക്ഷ നിങ്ങൾ എല്ലാവരും എഴുതാൻ പോകുന്നത്. സോ എങ്ങനെയാണ് 40-ൽ 40 മാർക്ക് നേടേണ്ടത് ഇന്ന് ഒരൊറ്റ വീഡിയോ കൊണ്ട് മിസ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതായിരിക്കും. സോ എല്ലാവരും റെഡി ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കാം മക്കളെ. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് സം എലമെന്റ്സ് ഇൻ ഗ്രൂപ്പ് 1 ആർ ഗിവൺ. ഒന്നാമത്തെ ഗ്രൂപ്പിലുള്ള കുറച്ച് ആൾക്കാരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. ഇതിൽ വിച്ച് എമംഗ് ദീസ് എലമെന്റ് ഈസ് ദ ലാർജസ്റ്റ് ആറ്റം? ഇതിലെ ഏറ്റവും വലിയ ആറ്റം ഏതാണ് എന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആ ഒരു ട്രെൻഡിനെ പറ്റി ആലോചിച്ച് നോക്കണം അല്ലേ. ഒരു ഗ്രൂപ്പും പീരീഡും എടുത്തു കഴിഞ്ഞാൽ ആറ്റത്തിന്റെ സൈസ് എങ്ങനെയാണ് മക്കളെ വേരി ചെയ്യുന്നത്? നമുക്കറിയാം, ഒരു ഗ്രൂപ്പിൽ മേലെ നിന്ന് താഴേക്ക് വരുന്തോറും ആറ്റത്തിന്റെ സൈസ് കൂടി വരും. കാരണം എന്താ? ഷെല്ലുകളുടെ എണ്ണം കൂടുന്നു, ന്യൂക്ലിയസിന്റെ അട്രാക്ഷൻ കുറയുന്നു, സൈസ് കൂടുന്നു. ഇനി ഒരു പീരീഡിൽ ലെഫ്റ്റ് ടു റൈറ്റ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ലെഫ്റ്റ് ടു റൈറ്റ്, ഇടത്തു നിന്ന് വലത്തേക്ക് വരുമ്പോൾ ന്യൂക്ലിയസിന്റെ ആകർഷണം, അട്രാക്ഷൻ കൂടുന്നു, ആറ്റത്തിന്റെ സൈസ് കുറഞ്ഞു വരുന്നു. ഇപ്പൊ നോക്കിക്കേ, എ എന്ന് പറയുന്ന ആളുടെ കയ്യിൽ 2 ഷെല്ലുണ്ട് അല്ലേ. സോ ഇവൻ ഫസ്റ്റ് ഒന്നാമത്തെ പീരീഡിൽ ഇരിക്കുന്ന ആളാണ് നമ്മുടെ എ. ഇനി ബി എടുത്തു കഴിഞ്ഞാൽ 3 ഷെൽ, സോറിടാ, ഒന്നാമത്തെ പീരീഡ് അല്ല, 2 ഷെല്ലുണ്ട് അല്ലേ. അപ്പൊ ഇവൻ രണ്ടാമത്തെ പീരീഡിൽ ഇരിക്കുന്ന ആളാണ്. ഓക്കെ, രണ്ടാമത്തെ പീരീഡിൽ ഇരിക്കുന്ന ആളാണ്. ഇനി ബി എടുത്ത് നോക്കിക്കേ, 3 ഷെല്ലുകളുണ്ട്. സോ ഇവൻ 3ാമത്തെ പീരീഡിലുള്ള ആളാണ്. ഇനി സി എടുത്താൽ 4 ഷെല്ലുണ്ട്. സോ 4ാമത്തെ പീരീഡിലുള്ള ആളാണ്. അപ്പൊ ആദ്യം എ, അതിന് താഴെ ബി, അതിൻ്റെയും താഴെയാണ് സി വരിക. അപ്പൊ ഇതൊരു ഗ്രൂപ്പ് ആണെങ്കിൽ ഇവരെ ഇങ്ങനെ ഉണ്ടാവുക. അപ്പൊ ഗ്രൂപ്പിൽ നിന്ന് മേലെ നിന്ന് താഴേക്ക് വരുന്തോറും ആറ്റത്തിന്റെ സൈസ് കൂടി വരും എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ലാർജസ്റ്റ് ആറ്റം, ഏറ്റവും വലിയ ആറ്റം എന്ന് പറയുന്നത് ആരായിരിക്കും? നമ്മുടെ സി ആയിരിക്കും. ഇനി ഹൗ ഡസ് അറ്റോമിക് സൈസ് വേരീസ് ഇൻ എ ഗ്രൂപ്പ് ആൻഡ് പീരിയഡ്? ഗീവ് റീസൺ. അതിപ്പോൾ മിസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഒരു ഗ്രൂപ്പ് എടുത്താൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ഫ്രം ടോപ്പ് ടു ബോട്ടം എടുത്താൽ ആറ്റത്തിന്റെ സൈസ് കൂടും. കാരണം ഷെല്ലിന്റെ എണ്ണം കൂടുന്നു, അട്രാക്ഷൻ കുറയുന്നു, സൈസ് കൂടുന്നു. ഇനി ലെഫ്റ്റ് ടു റൈറ്റ്, ഒരു പീരീഡ് എടുത്തു കഴിഞ്ഞാൽ ന്യൂക്ലിയർ ചാർജ് കൂടുന്നു, ന്യൂക്ലിയസിന്റെ അട്രാക്ഷൻ കൂടുന്നു, ആറ്റത്തിന്റെ സൈസ് കുറയുന്നു. സിമ്പിൾ, ബട്ട് 3 മാർക്കിന് വരെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. അതിന്റെ കുട്ടികളെ സ്കിപ്പ് ചെയ്യരുത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ സിംബൽസ് ഓഫ് സം എലമെന്റ്സ് ആർ ഗിവൺ. ചില മൂലകങ്ങളുടെ പ്രതീകങ്ങൾ തന്നിട്ടുണ്ട് മക്കളെ. വാട്ട് ആർ ഐസോടോപ്പ്? ഐസോടോപ്പുകൾ എന്നാൽ എന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഐസോടോപ്പുകൾ? ഐസോടോപ്പുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഇപ്പൊ മിസ് 2 ആൾക്കാരെ എഴുതി തരാം. C612, C613. ഇവരുടെ 2 ആൾക്കാരുടെയും പ്രത്യേകത എന്താ? 2 പേരുടെയും താഴെ എഴുതിയിരിക്കുന്ന നമ്പർ, അതായത് 2 പേരുടെയും അറ്റോമിക് നമ്പർ ഇവിടെ സെയിം ആണ് അല്ലെ. പക്ഷെ മേലെ എഴുതിയിരിക്കുന്ന നമ്പർ ഡിഫറെന്റ് ആണ്. അപ്പൊ മാസ് നമ്പർ ഡിഫറെന്റ് ആണ്. നമുക്ക് പറയാം, ഒരേ അറ്റോമിക് നമ്പറും ഡിഫറെന്റ് മാസ് നമ്പറും. അറ്റോമിക് നമ്പർ ഒരേപോലെ, മാസ് നമ്പർ വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ഐസോടോപ്പുകൾ. അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നിരിക്കുന്നതിൽ ഐസോടോപ്പിക് പേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്പൊ ഐസോടോപ്പുകളെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി മക്കളെ? ഐസോടോപ്പുകളെ കണ്ടുപിടിക്കാൻ എൻ്റെ കുട്ടികൾ ഒരേ ഒരു കാര്യം നോക്കിയാൽ മതി. അതായത് അറ്റോമിക് നമ്പർ ഒരേപോലെയുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു C612ഉം C613ഉം 2 പേരുടെയും അറ്റോമിക് നമ്പർ സെയിം ആണ്. പിന്നെ ആരുള്ളത്? N715ഉം N714ഉം. അപ്പൊ ഈ 2 ജോഡികളെ നമ്മൾ കണ്ടെത്തി. ഒന്നാമത്തെ ജോഡി എന്ന് പറയുന്നത് ആരാ? ഒന്നാമത്തെ ഐസോടോപ്പിക് പെയർ എന്ന് പറയുന്നത് C612ഉം C613ഉമാണ്. രണ്ടാമത്തെ ഐസോടോപ്പിക് പേഴ്സ് എന്ന് പറയുന്നത് N715ഉം N714ഉമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഐസോബാറിനെ തിരഞ്ഞെടുക്കാൻ പറയുന്നുണ്ട്. എന്താണോ ഐസോടോപ്പ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഐസോബാർ എന്ന് പറയുന്നത്. അപ്പോൾ ഐസോബാർ എന്ന് പറയുമ്പോൾ അറ്റോമിക് നമ്പർ ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷേ മാസ് നമ്പർ സെയിം ആയിരിക്കും. അപ്പോൾ ഐസോബാറുകളെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എൻ്റെ കുട്ടികൾ എന്താ നോക്കേണ്ടത്? മുകളിൽ എഴുതിയിരിക്കുന്ന നമ്പർ ഒരേ മാസ് നമ്പർ ഉള്ളവർ ഉണ്ടോ എന്ന് നോക്കണം. ഈ ചോദ്യത്തിൽ ഒരേ മാസ് നമ്പർ ഉള്ള ആരെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടോ? 2 പേരുണ്ട് അല്ലേ. മിസ് കളർ മാറ്റം, ഈ കളർ എടുത്താൽ സുഖമില്ല. M മഗ്നീഷ്യവും അതേപോലെ സോഡിയം. ഈ 2 പേരുടെയും മാസ് നമ്പർ, മുകളിൽ എഴുതിയിരിക്കുന്ന നമ്പർ 24 സെയിം ആണ്. സോ ഇവർ 2 പേരും ഐസോബാറുകളാണ് എന്ന് പറയാം മക്കളെ. 100% നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഐസോടോപ്പുകൾ അല്ലെങ്കിൽ ഐസോബാറുകൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, നിങ്ങൾ തെറ്റിക്കരുത്. ഐസോടോപ്പുകൾ എന്ന് പറഞ്ഞാൽ സെയിം അറ്റോമിക് നമ്പർ, ഡിഫറെന്റ് മാസ് നമ്പർ. ഐസോബാറുകൾ എന്ന് പറഞ്ഞാൽ
ഡിഫറെൻ്റ് ആയിട്ടുള്ള അറ്റോമിക് നമ്പർ ബട്ട് സെയിം മാസ് നമ്പർ. വ്യത്യാസം കൃത്യമായിട്ട് പഠിച്ചിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഡ്രോ ദ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ഓഫ് MgO. മഗ്നീഷ്യം ഓക്സൈഡിന്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. മക്കളെ, ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞാൽ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം മഗ്നീഷ്യത്തിന്റെയും ഓക്സിജന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കണം. നിങ്ങൾ പേടിക്കേണ്ട, അറ്റോമിക് നമ്പർ ഒക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. മഗ്നീഷ്യം എടുത്താൽ അറ്റോമിക് നമ്പർ 12 ആണ്. ഓക്സിജന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 8 ആണ്. അപ്പൊ നമുക്കറിയാം, ആദ്യം തന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കണം. എന്നാലല്ലേ എത്ര ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കും അല്ലെങ്കിൽ ഷെയർ ചെയ്യും എന്നൊക്കെ നമുക്ക് മനസ്സിലാകുകയുള്ളൂ. അപ്പൊ മഗ്നീഷ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 282 ആയിരിക്കും അല്ലെ? അപ്പൊ നോക്കിക്കേ, മഗ്നീഷ്യത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ, ബാഹ്യതമ ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഉണ്ട്. ഈ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ മഗ്നീഷ്യത്തിന് ഒക്ടറ്റ് പൂർത്തിയാക്കാം, അഷ്ടകം പൂർത്തിയാക്കാം. നമ്മുടെ മഗ്നീഷ്യം എന്താ ചെയ്യാ? ഈ 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കും അല്ലെ? 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്താൽ നമ്മുടെ മഗ്നീഷ്യത്തിന് 2 പോസിറ്റീവ് ചാർജ് വരും. ശരിയാണോ? അപ്പൊ നമ്മുടെ മഗ്നീഷ്യം 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് Mg2+ ആകും. ഈ Mg2+ അയണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 28 ആയിരിക്കും. പുറമെയുള്ള 2 പോയില്ലേ? അപ്പൊ 28 ആയി, ഒക്ടറ്റ് പൂർത്തിയാക്കി. ഇനി ഓക്സിജൻ എടുക്കാം. ഓക്സിജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ അറ്റോമിക് നമ്പർ 8 ആണ്, 26 എന്നാ വരിക. അതായത് ഓക്സിജന്റെ ബാഹ്യതമ ഷെല്ലിലുള്ളത്, എൻ്റെ കുട്ടികൾ പറഞ്ഞേ, എത്ര ഇലക്ട്രോണാ? 6 ഇലക്ട്രോൺ ആണ്. ഇവൻ ഒക്ടറ്റ് പൂർത്തിയാക്കാൻ, അഷ്ടകം പൂർത്തിയാക്കാൻ 2 ഇലക്ട്രോൺ കൂടെ വേണം. ശരിയല്ലേ? അപ്പൊ നമ്മുടെ ഓക്സിജൻ എന്താ മക്കളെ ചെയ്യാ? നമ്മുടെ ഓക്സിജൻ മഗ്നീഷ്യം വിട്ടുകൊടുത്താൽ ഈ 2 ഇലക്ട്രോണുകളെ മേടിക്കും. 2 ഇലക്ട്രോണുകളെ മേടിച്ചു കഴിഞ്ഞാൽ ഓക്സിജന് 2 നെഗറ്റീവ് ചാർജ് കിട്ടും. അപ്പോ 2 ഇലക്ട്രോണുകളെ മേടിച്ച് ഓക്സിജൻ ഓക്സൈഡ് അയൺ ആയിട്ട് മാറും. ഈ ഓക്സൈഡ് അയണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ 2.8 ആയിരിക്കും. സ്റ്റേബിൾ ആയി കഴിഞ്ഞു. ഇതാണ് ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത്. മഗ്നീഷ്യം ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു, ഓക്സിജൻ ഇലക്ട്രോണിനെ മേടിക്കുന്നു. ഇവിടെയുള്ളത് ഒരു അയോണിക് ബോണ്ടാണ് എന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ എൻ്റെ കുട്ടികൾ ഇനി ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരച്ച് നോക്കിക്കേ. എങ്ങനെയാ വരയ്ക്കുക? ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ആദ്യം നമ്മൾ സിമ്പൽ എഴുതുന്നു. ഓക്കെ അല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇലക്ട്രോൺ വിന്യാസം താഴെ എഴുതി കൊടുക്കുക. മഗ്നീഷ്യത്തിൻ്റെത് 282, ഓക്സിജൻ്റെത് 26. ഇനി നോക്കിക്കേ, വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളെ മാത്രം ഡോട്ട് വരച്ച് റെപ്രസെന്റ് ചെയ്യുക. മഗ്നീഷ്യത്തിന്റെ ബാഹ്യതമ ഷെല്ലിൽ, വാലൻസ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പം മിസ് എന്താ ചെയ്യുക? ഇവിടെ 2 ഡോട്ട് ഇങ്ങനെ വരയ്ക്കും. ഓക്സിജന്റെ വാലൻസ് ഷെല്ലിൽ 6 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? 1 2 3 4 5 6 ഇലക്ട്രോണുകളെ വരച്ചു. ഇനി ഇവരെ തമ്മിൽ കെമിക്കൽ റിയാക്ഷൻ നടത്താൻ പോവുകയാണ്. മഗ്നീഷ്യം ഈ 2 ഇലക്ട്രോണുകളെ ഓക്സിജന് വിട്ടുകൊടുക്കും. അങ്ങനെ വിട്ടുകൊടുത്താൽ നമ്മൾ കണ്ടു, മഗ്നീഷ്യം ഇനി മഗ്നീഷ്യം മാറ്റമല്ല, പകരം 2 പോസിറ്റീവ് ചാർജുള്ള മഗ്നീഷ്യം അയണാണ്. മഗ്നീഷ്യത്തിന്റെ വാലൻസ് ഷെല്ലിന് ഇലക്ട്രോൺസ് ഉണ്ടോ? ഇല്ല. അപ്പം അവിടെ ഡോട്ട് വരയ്ക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ Mg2+ അയണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 2.8 ആയി. ഇനി ഓക്സിജന്റെ വാലൻസ് ഷെല്ലിൽ ആദ്യം 6 ഇലക്ട്രോൺസ് ആയിരുന്നു. ഇപ്പോ മഗ്നീഷ്യം വിട്ടുകൊടുത്തിട്ടുള്ള 2 ഇലക്ട്രോണിനെ കൂടെ കിട്ടിയിട്ടുണ്ട്. ശരിയല്ലേ? അപ്പൊ മൊത്തം ഓക്സിജന്റെ ബാഹ്യതമ ഷെല്ലിൽ, വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 1 2 3 4 5 6 7 8 ഇലക്ട്രോൺസിനെ വരയ്ക്കണവിടാ. അപ്പൊ ഓക്സൈഡ് അയണായി. ശരിയല്ലേ? ഈ ഓക്സൈഡ് അയണിന് ഒരു ചാർജ് ഉണ്ട്. 2 ഇലക്ട്രോണിനെ മേടിച്ചപ്പോൾ 2 നെഗറ്റീവ് ചാർജ് വന്നു. ആ 2 നെഗറ്റീവ് ചാർജിനെ കൂടെ മിസ് അവിടെ വരച്ചു കൊടുത്തു. സെറ്റ് അല്ലേ? അപ്പൊ ഈ ഓക്സൈഡ് അയണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നതും ഇപ്പോൾ 2.8 ആയി. 2 പേരും ഒക്ടറ്റ് പൂർത്തിയാക്കി, അഷ്ടകം പൂർത്തിയാക്കി, സ്റ്റേബിൾ ആയതായി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. എൻ്റെ കുട്ടികൾക്ക് സെറ്റ് ആണോ? എൻ്റെ മക്കൾക്ക് ക്ലിയർ ആണോ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആൻ എലമെന്റ് X is 283. അപ്പോൾ ഒരു എക്സ് എന്ന് പറയുന്ന ഒരു മൂലകമുണ്ട്. അവന്റെ ഇലക്ട്രോൺ വിന്യാസം 283 ആണ്. ഇതിന്റെ അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കുക. മക്കളെ, എങ്ങനെ അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കുക? അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു ആറ്റത്തിന്റെ കയ്യിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണമാണ്. ഒരു ആറ്റത്തിന്റെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെ എണ്ണവും തുല്യമാണ്. സോ ആറ്റത്തിന്റെ ഇലക്ട്രോണുകളുടെ എണ്ണം കിട്ടിയാൽ അവിടെയുള്ള പ്രോട്ടോണുകളുടെ എണ്ണം കിട്ടും. പ്രോട്ടോണുകളുടെ എണ്ണം കിട്ടിയാൽ
അതാണ് അറ്റോമിക് നമ്പർ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഉണ്ട്, രണ്ടാമത്തെ ഷെല്ലിൽ 8, 3ൽ 3, അപ്പൊ 3 കൂടെ കൂട്ടുമ്പോൾ 13 എന്ന് കിട്ടും. അതായത് മക്കളെ ഇവിടെ 13 ഇലക്ട്രോൺ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 13 പ്രോട്ടോൺ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇവിടെ ഇവരുടെ അറ്റോമിക് നമ്പർ Z എന്ന് പറയുന്നതും 13 ആയിരിക്കും. 13 പ്രോട്ടോൺ അല്ലേ ഉള്ളത്? യെസ്. അടുത്തത് ഏത് ഗ്രൂപ്പിലാ മക്കളെ? 13ാമത്തെ ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ഗ്രൂപ്പിന്റെ പേരല്ലല്ലോ ചോദിച്ചത് അല്ലേ, ഏത് ഗ്രൂപ്പിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? നോക്കിക്കേ, ഒരു ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ, വാലൻസ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണെങ്കിൽ ഗ്രൂപ്പ് 1 ആണ്, 2 ഇലക്ട്രോൺ ആണെങ്കിൽ ഗ്രൂപ്പ് 2 ആണ്, 3 ഇലക്ട്രോൺ ആണെങ്കിലോ? 2ൽ കൂടുതൽ ഇലക്ട്രോൺ ആണ് വാലൻസ് ഷെല്ലിൽ ഉള്ളതെങ്കിൽ ഗ്രൂപ്പ് നമ്പർ എങ്ങനെയാ കണ്ടുപിടിക്കുക? വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണത്തോട് 10 കൂട്ടിയാൽ മതി. ശരിയല്ലേ? സോ ഇവിടെ ബാഹ്യതമ ഷെല്ലില് 3 ഇലക്ട്രോൺ ആണ്. അപ്പൊ ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ മിസ് എന്താ ചെയ്യാ? ഇതിനോട് ഒരു 10 കൂട്ടും, 13 എന്ന ആൻസർ കിട്ടും. അപ്പൊ ഇവന്റെ ഗ്രൂപ്പ് നമ്പർ 13 ആണ്. ഇനി ഏതാണ് പീരിയഡ്? മക്കളെ പീരിയഡ് എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുക? ഷെല്ലുകളുടെ എണ്ണം എടുത്തിട്ടാ. 2 ഷെല്ലുണ്ടെങ്കിൽ പീരിയഡ് 2 ആണ്, ഒരു ഷെല്ല് ഉള്ളൂവെങ്കിൽ പീരിയഡ് 1 ആണ്. ഇവിടെ നോക്കിക്കേ, 1, 2, 3 ഷെല്ലുണ്ട്. സോ ഏതാ പീരിയഡ്? പീരിയഡ് ഇവിടെ 3 ആയിരിക്കും. ഇനി ഏത് ഫാമിലിയാ, ഏത് കുടുംബമാണ്, ഏത് മൂലകുടുംബ? അപ്പൊ നമുക്ക് പറയാം ഗ്രൂപ്പ് 13 ആണെങ്കിൽ അവരെ നമ്മൾ ബോറോൺ ഫാമിലി എന്നാണ് വിളിക്കുക അല്ലെ, ബോറോൺ കുടുംബം എന്ന് വിളിക്കാൻ സാധിക്കും. ഇനി write the electronic configuration of the noble gas which comes just before X. Xന് തൊട്ട് മുൻപിൽ വരുന്ന ആളുടെ നോബൽ ഗ്യാസിന്റെ ഉത്കൃഷ്ടവാതകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഈ ചോദ്യത്തിന്റെ ഉത്തരം എൻ്റെ കുട്ടികൾ എല്ലാവരും ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം. മിസ് നോക്കട്ടെ എത്ര പേര് പഠിച്ചു എന്നുള്ളത്. അപ്പൊ മക്കളെ, ഇന്ന് വൈകിട്ടത്തെ ലൈവിന്റെ കാര്യം നിങ്ങൾ ആരും മറക്കരുത്. നാളത്തെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ പോകുന്ന 100% ഷുവർ ക്വസ്റ്റ്യൻ നമ്മൾ എല്ലാ ലൈവിലും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. എൻ്റെ കുട്ടികൾ ആരും ഈ ലൈവ് മിസ് ചെയ്യാൻ പാടില്ല. ഇതുവരെയും നമ്മൾ ഓരോരുത്തരും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, ഇനിയും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ധൈര്യപൂർവ്വം ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് ഇന്നത്തെ ലൈവിലേക്ക് വരിക. നമ്മൾ അടിപൊളിയാക്കും. കമന്റ് ചെയ്യാൻ മറക്കരുത്. ബൈ.